ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ഖേഷം ദ്വീപിൽ ജനവാസ മേഖലയിൽ മിസൈൽ പതിച്ച് 3 പേർ കൊല്ലപ്പെട്ടു. ഖുഷേസ്ഥാൻ പ്രവിശ്യയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കുവൈറ്റിൽ ചൈനീസ് കമ്പനിയുടെ കെട്ടിടം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. അമേരിക്കയുടെ ഭീഷണിയും സമുദ്രപാതകളിലെ ഇടപെടൽ തുടരുന്നിടത്തോളവും കാലം ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ്. കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, ഏതാണ്ട് 4 ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷമാണ് വീണ്ടും കടുത്ത ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നത്. അത് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇപ്പോൾ? 13 ദിവസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിക്കൊണ്ട് ഒരു നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നുകൊണ്ടുള്ള ഒരു സമീപനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 5 ദിവസത്തെ ഇടവേള, ഇന്ന് രാവിലെ 2 മണിക്കൂറോളം ഇറാനിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നടത്തിയത്. പെട്ടെന്ന് അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ജോർദാനിലും ഈജിപ്തിലും IRGC നടത്തിയ ആക്രമണമാണ്. ജോർദാനിൽ US എയർബേസിന് നേരെയായിരുന്നു ആക്രമണം. ഈജിപ്തിലാകട്ടെ മെഡിറ്ററേനിയൻ തീരത്ത് ദിമോത്തയിൽ 2 കപ്പലുകൾക്ക് തീപിടിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഡ്രോൺ ആക്രമണത്തിൽ. ഇതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകും, ഇനി അമേരിക്കയുടെ ഊഴമാണ് എന്ന ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ സെൻട്രൽ കമാൻഡ് ഈ ആക്രമണം സ്ഥിരീകരിച്ചു. ഏതാണ്ട് 2 മണിക്കൂറോളമാണ് അമേരിക്ക തെക്കൻ ഇറാന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഖേഷ് ദ്വീപിൽ ഒരു ജനവാസ മേഖലയിലായിരുന്നു ഈ മിസൈൽ പതിച്ചത്. ഒരു കെട്ടിടത്തിൽ മിസൈൽ പതിച്ച് കെട്ടിടം പൂർണ്ണമായും തകർന്നു. അവിടെ ദമ്പതികളും ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടു. മറ്റ് 2 കുട്ടികൾക്ക് പരിക്കുമുണ്ട്. ഖേഷം ഐലൻഡിൽ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും ബുഷേറിലടക്കം ആക്രമണമുണ്ടായി. ഇറാന്റെ ഏക ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബുഷേർ. അവിടെ അടക്കം ആക്രമണമുണ്ടായി. മാത്രമല്ല ഖുഷേസ്ഥാൻ പ്രവിശ്യ, അത് ഇറാന്റെ ഓയിൽ ഇൻഡസ്ട്രിയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന നഗരമാണ്. അവിടെയും സ്ഫോടനങ്ങൾ ഉണ്ടായി. എന്നാൽ കാര്യമായ പരിക്കുകളോ മറ്റ് മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 13 ദിവസം നേരത്തെ US ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാനമായി അത്രത്തോളം തീവ്രമായി തന്നെയാണ് ഇന്ന് പുലർച്ചെ 5:30 തുടങ്ങി ഏതാണ്ട് 7:30 വരെ നീണ്ടുനിന്ന ആക്രമണം നടന്നത്. IRGCയുടെ പ്രതികരണവും അല്പം മുമ്പ് ഇതിനോട് വന്നിട്ടുണ്ട് രേണുക. അതും ഇതുമായി ഇപ്പോൾ കൂട്ടി വായിക്കാം. അതായത് IRGCയുടെ സ്റ്റേറ്റ്മെൻറ്റായി ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് ശക്തമായ മറുപടി നൽകും, ഇന്ന് തന്നെ US-നെ തിരിച്ചു ശിക്ഷിക്കും എന്നാണ് IRGCയുടെ സ്റ്റേറ്റ്മെന്റായി ഇപ്പോൾ പുറത്തു വരുന്നത്. തിരിച്ചു ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് ആക്രമണം നടന്നിട്ടുണ്ട് എന്നതാണ്. അതൊരു ചൈനീസ് ബിൽഡിംഗ് കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ സിവിലിയൻസിനെ കൂടി ലക്ഷ്യമിടുന്നു ഇറാൻ തിരിച്ചടിയിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? IRGCയുടേതായി ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ ഇറാൻ മാധ്യമങ്ങൾ IRGC ഉദ്ധരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് അമേരിക്ക എത്രത്തോളം ആക്രമണം നടത്തുന്നു അത്രത്തോളം തന്നെ പ്രതിരോധം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഭീഷണിയുടെ സ്വരം വേണ്ട എന്നുമായിരുന്നു പരാമർശം. ഇതിന് പിന്നാലെയാണ് ജോർദാനിലും കുവൈറ്റിലും ആക്രമണം ഉണ്ടായത്. ജോർദാനിൽ 5 മിസൈലുകൾ ജോർദാനിലേക്ക് അയച്ചുവെന്നും അത് പ്രതിരോധിച്ചുവെന്നുമാണ് ജോർദാൻ സ്ഥിരീകരിക്കുന്നത്. അല്പം മുമ്പ് പുറത്തുവരുന്ന വിവരമനുസരിച്ച് കുവൈറ്റിൽ ഒരു മിസൈൽ പതിച്ചു. ചൈനീസ് കമ്പനി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചത്. അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു. 5 ദിവസത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതിജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. കാരണം ഇറാഖിലുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന
സായുധ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയും സൗദിയും സംയുക്തമായി ആക്രമണം നടത്തിയിരുന്നു. അതിൽ 20 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ജോർദാനിലും ഈജിപ്തിലും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയത്. അതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇന്ന് അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകിയത്. എന്തായാലും നയതന്ത്ര ചർച്ചകൾക്ക് ഒരു വശത്ത് ശ്രമങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. എന്തായാലും ട്രംപിൻ്റെ പ്രതികരണത്തോട് അതേ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ IRGCയുടെ മറുപടിയും വരുന്നത്. ശരി, VR കാർത്തിക് ആണ് വിവരങ്ങൾ നൽകിയത്. ഹോർമുസിൽ പിടിമുറുക്കും ഇറാൻ എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. നേരത്തെ ഒമാനുമായി ചേർന്നുള്ള ഒരു പദ്ധതി നിർദ്ദേശിച്ചിരുന്നു എങ്കിൽ പോലും ഇറാൻ അത് പൂർണ്ണമായും തള്ളുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതും കൂടുതൽ പ്രകോപനത്തിന് വഴിവെച്ചേക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ വീണ്ടും മോശമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.